കേരള സംസ്ഥാനം എന്ന രൂപത്തിൽ രൂപം കൊണ്ടതിന് ശേഷം നമ്മുടെ നാടിൻ്റെ പുതിയ മാറ്റത്തിൽ കേരളത്തിൻ്റെ വികസനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുമ്പോൾ ആ ചുമതലയും ഭംഗിയായി നിറവേറ്റാൻ VS-ന് കഴിഞ്ഞിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ അദ്ദേഹം നിയമസഭാംഗമായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷവും നിയമസഭാംഗമായും വ്യത്യസ്ത പാർലമെൻ്ററി ചുമതലകൾ വഹിച്ചും മാതൃകാപരമായി അദ്ദേഹം പ്രവർത്തിച്ചത് നാടിൻ്റെ അനുഭവത്തിലുള്ളതാണ്. അനിതര സാധാരണമായ ഇടപെടലുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം വലിയ തോതിൽ സമൂഹം ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിലും കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പ്രധാന പങ്കാണ് അദ്ദേഹം വഹിച്ചത്. പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ നേതാക്കളിൽ ഒരാളാണ് VS എന്ന് നമുക്കറിയാം. പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന് നല്ല രീതിയിലുള്ള ഇടപെടൽ, ശത്രുവർഗത്തിൻ്റെ ആക്രമണത്തിന് മുന്നിൽ ഒട്ടും പതറാതെയുള്ള നിലപാടുകൾ എല്ലാം പാർട്ടിയുടെ വളർച്ചയ്ക്ക് അങ്ങേയറ്റം കരുത്തു പകർന്നായിരുന്നു. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം ആ പ്രതിസന്ധിയിൽ പതറാതെ, ചഞ്ചലപ്പെടാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നേതൃനിരയിൽ അസാമാന്യമായ കഴിവ് പ്രകടിപ്പിച്ച നേതാവ് കൂടിയായിരുന്നു VS. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മികവാർന്ന ഒരു സംഘാടകരെന്ന രീതിയിലാണ് അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ചു വന്നത്. അത്തരത്തിൽ നമ്മുടെ നാടിൻ്റെ ആധുനിക കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് അദ്ദേഹം നൽകിയത്. ഇന്നത്തെ കാലം വർഗീയതയുടെ ആപത്ത് നിലനിൽക്കുന്ന കാലമാണ്. ഇന്നത്തെ കാലം നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾക്കാകെ ആപത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ പാർലമെൻ്ററി ജനാധിപത്യം തന്നെ ഈ രീതിയിൽ തുടരുമോ എന്ന ആശങ്ക വലിയ തോതിൽ ഉയർന്നു വരുന്നൊരു കാലമാണ്. അത്തരം ഒരു ഘട്ടത്തിലാണ് VS-ൻ്റെ വിയോഗം നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ എല്ലാ അത്തരത്തിലുള്ള ഘട്ടങ്ങളും ഇതുപോലുള്ള നേതാക്കന്മാരുടെ വിയോഗങ്ങളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ പരിഹരിക്കുന്നതിനാണ് എക്കാലവും നാം ശ്രദ്ധിച്ചു വന്നിട്ടുള്ളത്. ഇവിടെ VS-ൻ്റെ വിയോഗം CPIM-നാണ് ഏറ്റവും കനത്ത നഷ്ടം ഉണ്ടാക്കുന്നതെങ്കിലും ആ നഷ്ടത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഒരുപാട്
CPM-ൻ്റേതല്ലാത്ത ആളുകൾ, പല തലങ്ങളിലുള്ളവർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയും ദുഃഖമറിയിച്ചും വരികയും സന്ദേശമയക്കുകയും എല്ലാം ചെയ്യുകയുണ്ടായി. അവരോടെല്ലാമുള്ള കൃതജ്ഞത CPM-ന് വേണ്ടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ കേരളത്തിൻ്റെ ഉത്തമനായ ഒരു സന്താനത്തെ അതേ രീതിയിൽ കണ്ടുകൊണ്ട് അംഗീകരിക്കാൻ എല്ലാവരും സന്നദ്ധരായി എന്നതിലാണ് ഞങ്ങൾക്ക് അതിയായ ചാരിതാർത്ഥ്യമുള്ളത്. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു.